മസ്തിഷ്ക ജ്വര വ്യാപനവും മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവും ഉയർത്തി നിയമസഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷം. മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന് എൻ ഷംസുദ്ദീൻ MLA ആരോപിച്ചു. ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്തവണ്ണം മുങ്ങിപ്പോയി എന്നും വിമർശിച്ചു. സർക്കാർ ഇടപെടലിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചുവെന്ന് TA മധുസൂദൻ MLA പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന മഹാമാരി കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുകയാണ് സർ. ഇവിടെ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇപ്പൊ മരിച്ചവരുടെ എണ്ണം 19. പല കാര്യത്തിലും എന്ന പോലെ സർ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത്. നിപ്പ, മസ്തിഷ്ക ജ്വരം രണ്ടിന്റെയും ഉറവിടം കണ്ടെത്തുന്നതിൽ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു സർ. ഒരു കർമ്മ പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ 1 കേരളം എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ഒന്നാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല, കപ്പൽ മുങ്ങിപ്പോയി. ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ ഇതിൽ കാണുന്നത്. കേരളത്തിലെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ എടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗമാകെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ആരെ സഹായിക്കാനാണ് പോകുന്നത് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നതിന് ധൈര്യം കാണിക്കണം, സന്നദ്ധത കാണിക്കണം. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ? അമീബിക് മസ്തിഷ്ക ജ്വരം 99% മരണനിരക്ക് ഈ രോഗം പിടിപെട്ടാൽ ഉണ്ടാകുന്നതാണ് കണക്ക്. ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് 24% അത് ചുരുക്കിക്കൊണ്ടുവരാൻ സാധിച്ചു. അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നിർത്തി തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നത്. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച ഇപ്പോൾ തുടരുകയാണ്. മന്ത്രി അല്പസമയത്തിനകം മറുപടി പറയും. GV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച പുരോഗമിക്കുകയാണല്ലോ. മന്ത്രിയുടെ മറുപടി എത്ര മണിയോടെ ഉണ്ടാവും? 2 മണിവരെയല്ലേ ചർച്ച? 2 മണിയോടുകൂടി തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിന് മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ 5 പേരാണ് ഇനിയും സംസാരിക്കാനുള്ളത്. 12 മണിക്കാണ് അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടങ്ങിയത്. 2 മണിവരെയാണ് നിശ്ചയിച്ചതെങ്കിലും ഇന്നലെ കണ്ടതുപോലെ വൈകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വ്യാപനമാണ് അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയമെങ്കിലും അതിൽ നിന്ന് മാറിക്കൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ മുഴുവൻ വിഷയങ്ങളും അത് നിയമസഭയുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അതുതന്നെയാണ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച M ഷംസുദ്ദീൻ തുടങ്ങി മറ്റ് പ്രതിപക്ഷ നിരയിലുള്ള MLA മാരെല്ലാം മുന്നോട്ട് വെച്ചത്. അതിനെതിരായി ഭരണപക്ഷത്തു നിന്നുള്ള TA മധുസൂദൻ MLA യിൽ നിന്ന് തുടങ്ങി മറ്റ് ഭരണപക്ഷത്തുള്ള MLA മാരെല്ലാം കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ മഹത്തായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ സാധാരണഗതിയിൽ 99% മരണനിരക്കെങ്കിൽ കേരളത്തിലത് 24% കുറഞ്ഞത് ഇവിടുത്തെ ആരോഗ്യരംഗത്തിൻ്റെ നേട്ടമാണ് എന്നാണ് ഭരണപക്ഷത്തുള്ള TA മധുസൂദൻ വിശദീകരിച്ചതെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് വലിയ ആക്രമണമാണ് സർക്കാരിനെതിരെ മുന്നോട്ട് വെച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടാൻ പോലും ഈ സർക്കാർ മടിച്ചു. ശരിയായ കണക്കുകൾ പുറത്തുവിട്ടില്ല. ഒപ്പം മറ്റ് വിഷയങ്ങളിലേക്കും പ്രതിപക്ഷം കടന്നുകയറി എന്നുള്ളതാണ്. ഹാരിസ് ചിറക്കലിൻ്റെ വിഷയം പ്രധാനമായും ഇന്ന് സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണത്, അതോടൊപ്പം കാരുണ്യ പദ്ധതിയിലെ വിഷയങ്ങൾ, ഹൃദയം പദ്ധതി ഉൾപ്പെടെ ഇന്ന് നടക്കുന്ന പല വിഷയങ്ങളും അത് സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം പ്രധാനമായും ശ്രമിക്കുന്നത്. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ VD സതീശൻ ഉൾപ്പെടെ 5 പേർക്ക് ശേഷമാണ് ശ്രീമതി വീണ ജോർജ് ഇതിലൊരു മറുപടി പറയുക. അതാണ് ഏറെ പ്രധാനം. നമ്മളെല്ലാവരും കണ്ടതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകിക്കൊണ്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും വിശദമായി ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് 2 മണിക്കൂർ നീണ്ട ചർച്ച. ഇപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ എല്ലാ വിഷയങ്ങളും നിയമസഭയുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ശ്രുതി. GV പ്രസാദാണ് സഭയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്.